ഹായ് നന്ദുസുളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഒരു പ്ലാനിങ് ഇല്ലാതെ ട്രിപ്പ് പോകാൻ വേണ്ടി ഇറങ്ങിയവരാണ് കേട്ടോ. വേറെ ഒന്നല്ല, ഞാനിപ്പോൾ ഒരുങ്ങാൻ നിൽക്കുന്നതൊക്കെ കുറച്ച് നാളെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ ഓണാക്കി വെച്ചത്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ദിവസം ഒരു വർക്ക് ഉണ്ടായിട്ട്, അപ്പോൾ രാവിലെ തന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞു എന്തോ ഒരു ഇതുണ്ട്, അതുകൊണ്ട് നമുക്ക് നാളെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്ത് വെച്ചു, ഞാൻ ഒന്ന് മൂഡ് ഓഫാണ് കേട്ടോ. അതാണ് ഏട്ടൻ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തത് വേറൊരു കാര്യമായിട്ട് ഞാൻ ഒരിത്തിരി മൂഡ് ഓഫായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഏട്ടൻ വിചാരിച്ചു നമുക്കൊരു വൺ ഡേ ട്രിപ്പ് പോയിട്ട് വരാമെന്ന് വെച്ചു. സ്റ്റേ ഒന്നും ഇല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന അടുത്തുള്ള സ്ഥലം ഏതാണെന്ന് വെച്ച് നോക്കിയിട്ട് പോകാമെന്ന് വെച്ചോ. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് ഏട്ടാ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് പതുക്കെ പോയാൽ പോരെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണ്ട, നീ വീട്ടിലിരുന്ന് ഒന്നുകൂടി മൂഡ് ഓഫ് ഉള്ളൂ, നിൻ്റെ മനസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഏട്ടൻ എന്നെ പിടിച്ച് ആക്കിയതിട്ട്. അപ്പോൾ ഒരുങ്ങുമ്പോഴും എൻ്റെ മുഖത്ത് വലിയ ഉഷാറൊന്നുമില്ല കേട്ടോ. അവിടെ നിന്ന് അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉഷാറത്. പിന്നെ ഞാൻ പുതിയ ഷൂ ആണ് ഇട്ടിട്ട്, അപ്പോൾ എനിക്ക് ഷൂ കെട്ടാനൊന്നും അത്ര അറിയില്ല. അപ്പോൾ ഏട്ടൻ കെട്ടിത്തരികയാണ്. അപ്പോൾ ഞങ്ങൾ പുറത്ത് ഒരുങ്ങിയൊക്കെ ഇറങ്ങിയിട്ടാ കുറേ നാൾക്ക് ശേഷം ഒരു യാത്ര പോവുക. അതെ, എത്ര മൂഡ് ഓഫ് മാറ്റാനായിട്ട് ഞങ്ങൾ പോകുന്നു. അതാണ് സത്യമായിട്ടാ. ഞാൻ രാവിലെ തൊട്ട് ഭയങ്കര മൂഡ് ഓഫിലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ മൂടൊക്കെ ഒന്ന് മാറ്റാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പറഞ്ഞു ഇന്ന് നമുക്ക് വർക്കുണ്ടായി, പിന്നെ അത് നാളേക്ക് മാറ്റി. അപ്പോൾ നമ്മൾ പറഞ്ഞു യാത്ര ഒന്ന് പോകാം. കുറേ നാളായിട്ട് ഇപ്പൊ വർക്ക് വീഡിയോ എടുക്കൽ മാത്രമായിട്ട് യാത്രകളൊന്നും ഇല്ലാണ്ട് കുറേ നാളായി. ഷോപ്പ് ഇട്ടതിന് ശേഷം പോയിട്ടില്ല. അപ്പൊ ഞങ്ങൾ പോവാൻ വിചാരിച്ചു, രണ്ടും കളിച്ച്. ഞങ്ങൾക്ക് രണ്ടാക്കും കുറേ നാളായി യാത്ര പോയിട്ട്. അതുകൊണ്ട് തന്നെ ആ ടച്ച് ഒന്ന് വിട്ടൂല്ലേ യാത്രയുടെ. ഞാൻ എന്തോ നാളെ ഒരു കൊമ്പൻ ആനനെ കണ്ടിട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് സത്യം പറഞ്ഞ മടുപ്പായിരുന്നു യാത്രയോട്. എന്നെ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. ഇപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റ്. പോവാൻ നിൽക്കുമ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് ഇട്ടാ. കൊറേ നാളായി പോയിട്ട്. മെയിനായിട്ട് ഫോറസ്റ്റിക്കാണ് പോണത്. എനിക്ക് എന്താണെന്നറിയില്ല, ഫോറസ്റ്റ് ഞങ്ങൾക്ക് ഉണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒരു കൊമ്പനാനെ കണ്ടിട്ട് വേറെ ഇവിടെ പോയിട്ട് കണ്ടിട്ടില്ലേ, ഫോറസ്റ്റിൽ പോയിട്ട് നമ്മളെ ഫ്രണ്ടിൽ കൊണ്ടുപോയി. അത് വേണ്ട, അത്രയൊക്കെ വേണ്ട, അതെനിക്ക് പേടിയാ. പിന്നെ ദൂരത്ത് നിന്ന് കണ്ടാ മതി ഒരു നോട്ടം. പക്ഷെ നമ്മള് പോയ വശങ്ങളൊക്കെ കാണാറുണ്ട് ഇല്ലേ. നമ്മള് വയനാട് പോയപ്പോ കണ്ടു, മലക്കപ്പാറ പോയപ്പോ കണ്ടു. നമ്മള് എവിടെ ഫോറസ്റ്റിൽ പോയാലും കാണാറുണ്ട്. കാണാതെ ഇറങ്ങുന്നതിൽ വളരെ കുറവ്. ഒരു വട്ടമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അല്ലാതെ തന്നെ കാണാണ്ടിരിക്കല്ലേട്ടാ. ഇന്നും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇന്ന് ഭയങ്കര വെയിലും ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. എന്തായാലും ഞങ്ങളൊരു പ്ലാനിങ് ഇല്ലാത്തൊരു ട്രിപ്പായിരുന്നു. രാവിലെ വർക്കിന് പോകാൻ വേണ്ടി എണിച്ചപ്പോഴാണ് അവർ പറഞ്ഞ് ഇന്നൊന്ന് മാറ്റിട്ട് നാളെ ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ മൂഡ് ഓഫായി നടക്കുകയായിരുന്നു. അല്ലെങ്കിൽ വർക്കിന് പോകുമ്പോഴും ഒരു മൂഡ് ഓഫിൽ നടക്കുകയായിരുന്നു. ഏട്ടൻ വിചാരിച്ച് യാത്ര പോവാന്ന്. ഏട്ടന്റെ ഐഡിയ ഏട്ടാ. ഞാൻ പറഞ്ഞു നമുക്ക് പിന്നെ ഇപ്പൊ 11 രാത്രിയാവും. അത് നമുക്ക് സാധാരണ അങ്ങനെയാണല്ലോ. നമ്മള് ട്രിപ്പ് പോകുമ്പോ നല്ല വൈകിട്ടൊക്കെ. അത് പിന്നെ വിഷയമല്ല. എനിക്കും ഏട്ടന് രാത്രി ചെയ്യാൻ ഇഷ്ടം. അതൊരു രസം. അയ്യോ, ഫോറസ്റ്റിക്ക് രാത്രി വേണ്ട, അത് വേഗം അതൊരു ഉച്ചക്കാകുമ്പോ എത്താം. ഇപ്പൊ 11:30. അപ്പൊ പോവാ, ഇറങ്ങളേണ്ട ബാ. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ രാവിലത്തെ ഉച്ചത്തും കൂടിയിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങളൊരു മാഞ്ഞാലി ബിരിയാണിയുടെ ബോർഡ് കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ടാണ്. വേറെ ഒന്നല്ല, ഇപ്പോൾ നോർമൽ ബിരിയാണിയോട് ഞങ്ങൾക്ക് രണ്ടാക്കും വലിയ താല്പര്യമൊന്നുമില്ല. ഭയങ്കര മസാലയായിട്ട് ഉള്ള ബിരിയാണിയൊന്നും ഇഷ്ടമല്ല. മാഞ്ഞാലി ബിരിയാണി ആകുമ്പോൾ രണ്ടും സെപ്പറേറ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനത്തെ ബിരിയാണിയൊക്കെ ഇഷ്ടം. ഇപ്പോഴാണെങ്കിലും ഞാൻ കുറച്ച് ഫുഡ് കഴിച്ച് വരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഇഷ്ടം നോക്കിയിട്ടാണ് ഏട്ടൻ വണ്ടി നിർത്തുക കേട്ടോ. എനിക്കിപ്പോൾ കുറച്ച് ശേഷം ഫുഡ് കഴിക്കുന്നുണ്ട്. പക്ഷെ കാണുന്നവരൊക്കെ പറയണം കുഞ്ഞ് ഭയങ്കര ക്ഷീണിച്ചല്ലോ എന്ന്. അപ്പോൾ ഞാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിക്കാനും കാര്യങ്ങളും. പക്ഷെ നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടമായി. ഇപ്പം ഞാനൊരു ഹാഫാണ് പറഞ്ഞെങ്കിലും ഞാനത് ഫുള്ളും കഴിച്ച് തീർത്തു കേട്ടോ. അങ്ങനെ ഏട്ടൻ ഉപ്പിലിട്ടത് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയിട്ടാ. ഞങ്ങളിപ്പോൾ ഏകദേശം അതിരപ്പള്ളിയിലവിടെ എത്താറായി. നമ്മൾ സിലസ്റ്റോമിൻ്റെ വശമൊക്കെ കഴിഞ്ഞു, ഏകദേശം എത്താറായിട്ടാ. ഏട്ടൻ ഉപ്പിലിട്ടതൊക്കെ വാങ്ങുന്നുണ്ട്. വേറെ ഒന്നും കഴിക്കാൻ തോന്നില്ല. ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുക. ചാമ്പയ്ക്ക കണ്ടപ്പോൾ നിർത്തിയതാണ് കേട്ടോ മെയിനായിട്ട്. ചാമ്പയ്ക്ക ഉപ്പിലിട്ടത് ശരിക്കും പറഞ്ഞാൽ അധികം കഴിച്ചിട്ടില്ല. ഈ ചാമ്പയ്ക്ക ഉപ്പിലിട്ടത് ഇങ്ങനെ എന്താണാവും, കഴിച്ചോക്കാം. വേണ്ട, കുഞ്ഞിന് ചാമ്പയ്ക്ക് കൊണ്ട് കൊടുക്കാം. കുഞ്ഞാ ഫേവറേറ്റ് ചാമ്പയ്ക്ക എന്തോ വാങ്ങിക്കണേ. അല്ലക്ക്
അല്ല എരിവുള്ളതാ കൊള്ളാല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ പൊളി സാധനം കേട്ടോ രക്ഷയില്ല. ഞാൻ ഉപ്പിലിട്ട് ഫസ്റ്റ് ടൈം കഴിക്കണേ. അപ്പം ഞങ്ങൾ ഒരു എത്താറായി. പക്ഷേ നല്ല ടേസ്റ്റ്. അവിടെ എരിവുള്ള ചാമ്പയ്ക്കുണ്ട്, എരിവില്ലാത്ത ചാമ്പയ്ക്കുണ്ട്, പിന്നെ എരിവുള്ള ചാമ്പയ്ക്ക വാങ്ങിയത് അല്ലേ. ഒരു രക്ഷയില്ല. ഒക്കെ കഴിച്ചോ? ഇല്ല, ഉപ്പിലിട്ടിട്ടേ ചാമ്പക്കയുടെ പാട ഒരു രക്ഷയില്ല. കുരുത്ത് കളയാ. നമ്മൾ ഉപ്പിലൊക്കെ ഇട്ടുകൊണ്ട് എന്തായാലും ഇതൊക്കെ ചത്തുപോകും. പുഴുവും കയളക. അടിപൊളി കേട്ടോ. സ്ഥലം നോക്കട്ടെ, കിട്ടും. അപ്പം ഞങ്ങത് ടിക്കറ്റ് എടുക്കാൻ പോവാ. എന്തായാലും ചെക്ക് പോസ്റ്റ് അല്ലേ. ചെക്ക് പോസ്റ്റിന് എത്രയെന്ന് അറിയില്ല റേറ്റ്. ഇപ്പം നോക്കിയിട്ട് എന്തായാലും വരാം. നല്ല വെയിൽ. കയറട്ടെ. അപ്പം രണ്ടാമത്തെ ചെക്ക് പോസ്റ്റിൽ പോകണം. മലക്കപ്പാറയ്ക്ക് വേറെ ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ അല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയോടെ ഏട്ടനെ പ്ലിങ്ങാക്കിയിട്ട് ഞാനെവിടെ ഇറങ്ങാൻ പറയും എപ്പോഴും. കഴിഞ്ഞ ആഴ്ച ചേട്ടനോട് എവിടെ ഇറങ്ങാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് ഡൗട്ടായത് ഇനി എന്തായാലും മറക്കില്ല. ഫീവ ചേട്ടൻ പിന്നെ അപ്പൊ നമുക്ക് അപ്പൊ ഞാൻ എവിടെ എടുക്കണ്ടേ? അപ്പുറത്ത് മലക്കപ്പാറക്ക് അപ്പുറത്താ. ഇതാ തിരപ്പള്ളിക്കുള്ളതാ. മലക്കപ്പാറ അവിടെ വേറെ അതിരപ്പള്ളിയറ്റത്ത് വേറെ പോവാറില്ലേ? ഏട്ടനെ അവിടെ ഇറങ്ങാറുണ്ട്. ശരിയാണ്. ഓക്കെ, അപ്പൊ അവിടെ വെച്ചിട്ട് കാണാം. ഞാൻ ബൈക്ക് എടുക്കായിരുന്നു അല്ലേ, ഇറങ്ങേണ്ട ആലോചിച്ചത്. അങ്ങനെ നമ്മളിതാ കാട്ടിലേക്ക് കേറിയിട്ടുണ്ട് കേട്ടാ. പുലീനെ ബോർഡൊക്കെ കാണുന്നുണ്ട്. പക്ഷെ പുലീനെ ഒന്നും കാണില്ല. അല്ല ഏട്ടാ ചില്ലറക്കല്ലേ കേസ്. പുലിയൊക്കെ ചാടിക്കേറിയാലോ. അതെട്ടാണേ. എന്താണ് ഏട്ടാ നല്ല ഞങ്ങ ഒരു തണ്ടവയും 2K വയും പിടിച്ചൊക്കെ പോകണ്ട ഉണ്ട്. ഞങ്ങൾക്ക് ഫോറസ്റ്റിക്ക് എത്തിയാലാണ്ട് ഞാനെന്താ ആക്റ്റീവാവുള്ളൂ. കൊരങ്ങൻ ഇപ്പൊ ആക്റ്റീവായിട്ട്. എന്താ ഈ ബോർഡില് ഇതാ ഇത് മറ്റേതല്ല എന്നാണോ ഇപ്പൊ ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വീഡിയോ അങ്ങനെ നമ്മളിതാ ചെക്ക് പോസ്റ്റിൽ എത്തിയപ്പോ പറഞ്ഞു നമ്മളോട് നമ്മൾ സാധാരണ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു ദിവസം രാവിലെ നേരത്തെ ഇറങ്ങണേട്ടാ. അല്ലാലാണ് നമുക്ക് കറങ്ങി പിടിച്ചൊക്കെ വരാൻ പറ്റില്ല. ഇപ്പൊ നമ്മളോട് പറഞ്ഞത് മലക്കപ്പാറ പോയി ഡാമിന്റെ വശത്ത് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരണം. വാൽപ്പാറ പോയി കഴിഞ്ഞാൽ ലൈറ്റ് ആവും. അപ്പൊ പിന്നെ പൊള്ളാച്ചി വരെ ഇറങ്ങണം. പൊള്ളാച്ചി കഴിഞ്ഞ് ഞങ്ങൾ ഒരു വട്ടം ഇറങ്ങിയതാ. ഭയങ്കര വലച്ചിലാട്ടാ. ഒന്നും കാണാനും ഒന്നും അധികം ഇല്ല. ഭയങ്കര വലച്ചിലും ഭയങ്കര ബുദ്ധിമുട്ടാവും. ക്ഷീണമൊക്കെ ആവട്ടെ. പിന്നെ അവിടേക്ക് പോയി വരുമ്പോഴേക്കും എനിക്കെന്തോ അന്ന് പൊള്ളാച്ചി വഴി ഇറങ്ങിയപ്പോ അത്ര ഇഷ്ടമായില്ല. തിരിച്ച് കൊറേ കഴിയുമ്പോ ബോറടിക്കും. എത്രയോ 41 എത്രയോ പിന്നെ ഉണ്ട് തോന്നുന്നു. പോവെന്ന് തോന്നുന്നു. അതൊരു ഡാം ഉണ്ടായി കഴിഞ്ഞ വർഷം നമ്മള് കണ്ടിട്ടൊക്കെ ഉണ്ടായി. അപ്പൊ ഞങ്ങള് മലക്കപ്പാറ പോയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരും. അതൊന്നും ചിലപ്പോ കുറച്ച് ചെയ്തിട്ട് ഇത് തിരിച്ചു വരും. 6 മണിയൊക്കെ ആകുമ്പോ ക്ലോസ് ചെയ്യും. 2 മണി നമ്മളവിടെ എത്തുമ്പോ 4 മണി. ചവിട്ടൊന്നുമില്ല കേട്ടോ. വണ്ടി പോകുമ്പോ എനിക്ക് പേടിയാണ്. നിർത്തുമൊന്നുമില്ല. അത് തെറ്റാണ്. അപ്പൊ ആനേനെ കാണും നോക്കട്ടാ. ഇനി പോണ വഴിയുള്ള വിശേഷം കാണാം. നെറ്റൊക്കെ പോയി.
റേഞ്ചൊക്കെ പോയി. ഇനി റേഞ്ച് ഇല്ല. 2 മണിക്കൂർ അല്ലേ, പിന്നെ തിരിച്ചിങ്ങോട്ട് 2 മണിക്കൂർ അവർ പറയുന്നത്. അപ്പൊ പോണ വഴിയാണ്. നല്ല ഭംഗിയാ. നിക്കാറില്ല, കാരണം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പോവാറ പതിവ്. അല്ലെങ്കിലും ഇവിടെ നിക്കൊന്നുമില്ല, വണ്ടി പയ്യെ പോവാറില്ല. പയ്യെ പോവാറില്ല, സ്പീഡില് പോവാറ്. ഈ വെള്ളത്തില് മുതലുണ്ടാവോ? മുതലേനെ കാണണമെന്നുണ്ട്, പക്ഷെ ദൂരെന്ന് കണ്ടാ മതിട്ട്, അടുത്തൊന്നും കാണണ്ട. എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ദൂരെന്ന് കാണണമെന്നുണ്ട്. എന്താ രസല്ലേ ഈ പച്ചപ്പ് കാണാൻ. ഇവിടെ നല്ല പാമ്പിന്റെ പുറ്റെന്ന് തന്നെയല്ലേ പറയുന്നേ. പാമ്പിന്റെ പുറ്റുകളും പിന്നെ പുലിയുടെ ബോർഡൊക്കെ ഉണ്ട്, പക്ഷെ കാണാൻ പറ്റില്ല. ആനയിൽ കാണണം, അല്ലെങ്കിൽ വിഷമവും. പിന്നെ എനിക്ക് തോന്നണേ തിരിച്ച് ഈ വഴി തന്നെയാണെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റും, പോകുമ്പോ കണ്ടില്ലെങ്കിലും. എന്തായാലും തിരിച്ച് ഈ വഴി തന്നെ വരണം. ആനേനൊക്കെ കാണണമെങ്കിൽ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഫോണ് ഞാൻ മടിയിൽ തന്നെ വെച്ചിരിക്കും. അല്ലേട്ടാ, എന്താ ഭംഗി ഇതൊക്കെ വണ്ടി ഓടിക്കുന്നതാണ്. ക്ലാസ് ഇവിടെ ഞാനാണ്ടാ മനസ്സിലാവില്ല, ഇരുട്ടാണത് മനസ്സിലാവില്ല. അപ്പൊ ഗോണ വഴിയാണേ. എന്താ കാണിച്ചത്? ആന കാണിച്ചരാവേ. എന്റെ അമ്മ 3 ആന, ഒരു രക്ഷയില്ല. അടിപൊളി. 16 Pro Max. എന്റെ ഇവിടെ ഉണ്ട് കേട്ടോ. സെറ്റ്. വെയിലുണ്ട്. ഞമ്മളൊക്കെ പറ സ്റ്റേ ഇല്ല, റിട്ടേൺ പോവും. സ്റ്റേ ഉണ്ടാ? അതെ, ആ കിട്ടും. ഓക്കെ, താങ്ക് യു. അവര് കാണിച്ചതാട്ടാ ആനന. അവര് അപ്പൊ അതെ ആന ക്രോസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ആന കാണാൻ പറ്റി, അതാണ് വലിയൊരു കാര്യം. മൂന്നാന സെറ്റ്. ഇനിയും കാണാം. എന്തൊക്കെയോ കാണിക്കണ്ട. കുഞ്ഞിതത് അതണ്ടാ, കുഞ്ഞ ഇത് കുഞ്ഞ. ഇത്ര കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടില്ല. നല്ല കുഞ്ഞാട്ടത്. അമ്മയാ, കൊമ്പല്ലത്. മണ്ണൊക്കെ ഉണ്ട് പുറത്ത്. ഉണ്ട്. പിന്നെ ഭയങ്കര വലിയ ആന. എന്റെ അമ്മേ, 6ാമത്തെ രക്ഷയില്ല. ആന 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 മൂട്. ഇതൊക്കെ ഉണ്ട്. വരുന്നുണ്ട്. പിന്നെ നമ്മുടെ തൊട്ടടുത്തുണ്ട് കേട്ടാ കൊമ്പൻ്റെ ആൾക്കാരൊക്കെ ഇവിടുന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല പൊള്ളി. എൻ്റെ മോനെ പിന്നെ നോക്കിയാണ് ഞങ്ങൾ ഇറങ്ങണില്ല. അപ്പൊ ഞങ്ങൾ എടുക്കാണ്. എല്ലാരും ഇവിടെ ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫറൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോ ഇറങ്ങണില്ല, കാരണം നാ വ്ളോഗ് എടുക്കുന്നോണ്ട് അതിന്റെ റൂൾസ് പാലിക്കണം. സെറ്റ്. അസാധനം ഇറങ്ങട്ടെ.
ആൾക്കാരൊക്കെ നോക്കണ് കുഞ്ഞിനെ കിടന്ന് നോക്കണ് കുഞ്ഞിക്കിടന്ന് നോക്കണം എന്താ വെച്ചാണ് ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നുണ്ട്. സെറ്റ് ഇത് ഭയങ്കര രസാട്ടോ. നോക്കിയേ സംഭവം രക്ഷയില്ലാട്ടാ. പൊളി. അതെ എന്റെ തൊട്ട് തവണ ഇരിക്കണ്ടത് ഇവിടെ ഫോണില് മോളി നിക്ക. ഇവർ കുന്ന് കാരണം അതെന്താ കഴിക്ക. കൊമ്പനാ കൊമ്പൻ കൊമ്പനാട്ടാ. പറ്റിയിരിക്കുന്നു ബട്ട് വെള്ളമില്ല. അപ്പുറ സൈഡ് ഉണ്ടാവും. അപ്പുറ സൈഡൊക്കെ വെള്ളം ഇല്ല ഗൈസ്. അതിനപ്പുറത്തേക്ക് എത്തുക ഞാൻ ആലോചിക്കണേ. ഇതാണ് സോളയാർ ഡാം. സോളയാർ ഡാം എൻട്രി. പക്ഷെ ഇവിടെ എൻട്രി ചെയ്തിട്ട് എന്താ കാര്യമൊന്നും കാണാനില്ലല്ലോ. പ്രത്യേകിച്ചൊന്നും കാണാനില്ലാത്തോണ്ട് ഉണ്ട് ചെയ്തിട്ട് കാര്യമില്ല. വെറുതെ പുലീനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടൈം കളയണ്ട. ടിക്കറ്റ് കൗണ്ടർ റിട്ടേൺ പോകേണ്ടതാണ്. റിട്ടേൺ പോകേണ്ടതാണ്. ഫോറസ്റ്റ് വീടുകാടാ. ഇവിടെ വന്ന് എന്താ ഒരു ഇതിന്റെ ചെറിയൊരു ഉദ്ഘാടനം ഞങ്ങൾ ചെയ്യേണ്ട അവസ്ഥ. പെട്ടെന്നായിരുന്നു എല്ലാത്തിനും. പെട്ടെന്ന് ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ഇല്ല ഞാൻ ഇതെടുക്കൂലേ. അപ്പൊ അവിടെ ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചപ്പോ ആദ്യം മനസ്സിലായില്ല. പിന്നെ യൂട്യൂബ് പറഞ്ഞപ്പോ മനസ്സിലായി. പിന്നെ ഉപ്പും ലൈറ്റ് എന്ന് പറഞ്ഞപ്പോ കൂടുതൽ മനസ്സിലായി. രസം കേട്ടോ. മിലിമട തന്നെയാണ് അവർ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ പോവാണ്. സമയമില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഫോട്ടോ ഓഫീസറൊക്കെ നമ്മളെ കയറ്റി വിട്ടോളും. ചുമ്മാട്ടാ. ബൈ. അങ്ങനെ നമ്മൾ മലക്കപ്പാറയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വാൽപ്പാറ ഒന്നും പോകാൻ പറ്റിയില്ല. നമുക്ക് അതിനുള്ള ടൈം ഉണ്ടായില്ല കേട്ടോ. പിന്നീട് പോയി വരികയാണെങ്കിൽ നമുക്ക് പൊള്ളാച്ചി റൂട്ട് കൂടെ ഇറങ്ങേണ്ടി വരും. ഈ റൂട്ട് കൂടെ തിരിച്ചു വരാൻ പറ്റില്ല. അത് ഭയങ്കര വള്ളച്ചിലായതുകൊണ്ട് ഞങ്ങൾ ആ വഴിക്കൊന്നും പോയില്ല. ഞങ്ങൾ ഇത് തന്നെ റിട്ടേൺ വന്നു. അങ്ങനെ ഫോറസ്റ്റ് ഓഫീസിൽ ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് വന്നിട്ട് അപ്പോൾ അവിടെ ടൈഗറിൻ്റെ ഇതിൻ്റെ ഒക്കെ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് പിന്നെ അതൊന്നും കാണാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ കരിങ്കുരങ്ങനൊക്കെ കണ്ടു. അപ്പോഴേക്കും ഞങ്ങൾ അതൊക്കെ കണ്ടു വരുമ്പോഴേക്കും അവിടെ കുറേ ചേട്ടന്മാരിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവിടെ എന്തോ ഉണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ തന്നെ ഒരു ആനക്കൂട്ടങ്ങളായിരുന്നു കേട്ടോ. എന്തോരാണെന്നായിരുന്നു, ഒരു 7-8 അങ്ങോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കുഞ്ഞു ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ അമ്മേ, എൻ്റെ അമ്മേ, അടിപൊളിട്ടാ. ഒരു മെച്ചടായിട്ടൊരു ആണോ തന്നെ ഉണ്ട്. കുട്ടിയെ വലുതായതുകൊണ്ട് അതിന് കൂട്ടത്തിൽ പുറത്താക്കും. ഓ ഇപ്പൊ തന്നെ ഓടിച്ചു തുടങ്ങി. സെറ്റ് സെറ്റ് മെച്ചടായിട്ടുള്ളൊരു ആൺകുട്ടിയെ ആവണുണ്ട്. അപ്പൊ അതിനെ ഓടിക്കും കൂട്ടത്തിന്ന്. അങ്ങനെയൊക്കെ എന്തോ പറഞ്ഞു. ഭയങ്കര കുഞ്ഞനാ. അതിന്റെ വീഡിയോ ഇട്ടത് കുഞ്ഞുണ്ട്. എന്താ അടിപൊളി, നല്ല ഫ്രെയിമാ. അമ്മയും കൊച്ചും കിട്ടി നമുക്ക്. അതെ,
ഇരിക്കണ മുതല് എൻ്റെ അമ്മേ വേറൊക്കെ ഉണ്ടാവും കേട്ടാ ഒറ്റക്കെന്നാ മാക്സിമം ഒരു 12-18 മുതലുള്ള എന്തല്ലേ അടിപൊളി. ഞാൻ ഫോട്ടോ അടിക്കുകയും ക്ലിക്കുകയും ചെയ്ത് എന്റെ അടിപൊളി കുക്കോ. ഹലോ മയിലേ എൻ്റെ അമ്മേ എന്താ സാധനം. അപ്പൊ ചായ കുടിക്കാനായിട്ട് ചാലക്കുടി എത്തി. ചായ കുടിക്കാനായിട്ട് ചാലക്കുടി എത്തി. അത് വിളിച്ചല്ലേ ചായ കുടിക്കാൻ ചാലക്കുടിക്കാറ്. ഇപ്പൊ സമയമായില്ലേ, പക്ഷെ ഞങ്ങക്ക് രാത്രിത്തെ ഫുഡ് കഴിക്കാൻ കുറച്ചും കൂടി വൈകണം. ഇപ്പൊ വിശക്കുന്നില്ല. അപ്പൊ ഒരു ചായ കുടിക്കാന്ന് വെച്ചു. എനിക്ക് വേട്ടന് ചായ എന്ന് പറഞ്ഞൊരു ഇൻട്രസ്റ്റ് ആണ്. ഈ ഒരു സമയമായി ഒരു ചായ കുടിച്ചാലൊരു ഉഷാറുള്ളൂ. പിന്നെ ഇത്രയും യാത്ര ചെയ്ത് വണ്ടിയിൽ ഇരുന്ന് വരുമ്പോ ഒരു ചായ കുടിക്കണം. ഇന്ന് നമ്മൾ എത്ര ആനേനുണ്ടെന്ന് പറയും? 13 ആനേനുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പി. ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് മലക്കപ്പാറ കൊണ്ടുപോകണം. ഇതുവരെ ഫോറസ്റ്റ് കൂടെ പോയിട്ട് ഇത്രയും ആന കണ്ടിട്ടില്ല. ഇത് വേറൊരു വൈബ്. അടിപൊളി ഫാമിലി ആയിട്ട് വരുന്ന ആനകള് സൗണ്ടൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. കുറച്ചു നേരത്തെ പിടിച്ചത് ചവിടിക്കട്ടെ. ചായ കുടിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ എത്തിയിട്ട് ഒരു ചായ തപ്പി നടന്ന് കുറേ നേരം കിട്ടാണ്ടായി. പിന്നെ അങ്ങനെ കൊടുങ്ങല്ലൂർ എത്തിയപ്പോൾ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എന്ത് കഴിക്കുന്നത്. പിന്നെയാണ് ആലോചിച്ച് ഞാൻ കുറേ ദിവസമായിട്ട് ഏട്ടനോട് പറയുന്നതാണ് ഈ ഷവർമ്മ കഴിക്കുന്നത്. പക്ഷെ ഞങ്ങൾ പോവാറുണ്ട്, ഒന്നില്ലെങ്കിൽ അടയ്ക്കും അല്ലെങ്കിൽ ഞങ്ങൾ എത്തുമ്പോഴേക്കും തീരും. അങ്ങനത്തെ ഒക്കെ അവസ്ഥയാവാറുണ്ട്. എനിക്ക് ഇവിടുത്തെ ഷവർമ്മ ഭയങ്കര ഇഷ്ടമാണ്. ഞാനങ്ങനെ ഷവർമ്മ കഴിക്കാത്ത ആളായിരുന്നു. പക്ഷെ അവിടുത്തെ ഷവർമ്മ കഴിക്കുന്നതിന് ശേഷം ഞാൻ ഷവർമ്മ ഫാനായിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ഏട്ടനോട് പറഞ്ഞിട്ട് അവിടേക്ക് കൊണ്ടുപോകാറുണ്ട്. അതും ഞാനങ്ങനെ ഭയങ്കരമായിട്ട് കഴിക്കാത്ത ആൾ ഒരു പ്ലേറ്റ് ഷവർമ്മയൊക്കെ അവിടുത്തെ കഴിക്കും. അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ ഏട്ടൻ ഒരു ഷോപ്പിൽ ഒരു ചെരുപ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിട്ടാണ്. അപ്പോൾ അത് കുറേ നാളായിട്ട് ഒരു 2-3 ആഴ്ചയായിട്ട് ആ ചെരുപ്പിൻ്റെ സ്റ്റോക്ക് വരാത്തതാണ്. അതെന്നെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. മുന്നേ പോയപ്പോൾ അതിൻ്റെ ഒരെണ്ണം ഉണ്ടായി, പക്ഷേ ഏട്ടന് സൈസ് കറക്റ്റ് അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളത് പറഞ്ഞു വെച്ചിട്ടുണ്ടായി. അപ്പോൾ ചേട്ടൻ വന്നാൽ പറയാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊടുങ്ങല്ലൂർ പോകുമ്പോൾ കയറി വെക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും രാത്രിയല്ല ഒന്നുകൂടി പോയി നോക്കാമെന്ന്. അതെന്തോ ഭയങ്കര സോഫ്റ്റുള്ള ഒരു ചെരുപ്പാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏട്ടൻ ഈ വർക്കിന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇട്ടാ നിൽക്കുമ്പോൾ ഭയങ്കര കാലുവേദനയാണ്. എടുക്കുന്ന ചെരുപ്പിനൊക്കെ അങ്ങനെ പറയും ഭയങ്കര കാലുവേദനയാണെന്ന്. അപ്പോൾ ഈ ഒരു ചെരുപ്പിന് വേണ്ടിയിട്ടാണ് 2 ആഴ്ച നോക്കിയത്. അതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരത് എടുക്കാൻ പോയതിൻ്റെ സന്തോഷത്തിലാണ് ഏട്ടൻ. അങ്ങനെ ചെരുപ്പെടുക്കലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകാമെന്ന് വെച്ച് ഇരിക്കുമ്പോഴാണ് ഏട്ടൻ പറഞ്ഞ് നമുക്കൊന്ന് ഷോപ്പിൽ കയറണം, എന്തോ ഒന്ന് സ്റ്റാഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നോക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം അന്ന് നമുക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞ് ഉറക്കം വന്നിട്ട് തുടങ്ങിയിട്ടുണ്ടായിട്ട്. എന്നാലും എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഷോപ്പിൽ കയറി. എനിക്കാണല്ലോ ചെരുപ്പ് കടയിൽ കയറിയപ്പൊട്ട് തുടങ്ങിയ തുമ്മലാണ് കേട്ടോ. എനിക്കാണെങ്കിൽ തുമ്മലാണ്. ഈ വീഡിയോന് വോയിസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഫുൾ എൻ്റെ തുമ്മലിൻ്റെ സൗണ്ട് ആയതുകൊണ്ടാണ് കേട്ടോ അത് മാറ്റിയത്. അപ്പോൾ ഏട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഒരു 1/2 മണിക്കൂർ. ഞാൻ ചോദിക്കുക ഏട്ടൻ എത്ര നേരം കൂടി ഉണ്ടാവും? ഏട്ടൻ പറയുന്നുണ്ട് 1/2 മണിക്കൂറിനുള്ളിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയല്ലോ കേട്ടോ. എനിക്ക് തുമ്മി വയ്യാതെ സത്യം പറഞ്ഞ അമ്മേ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വന്നു കേട്ടോ. അപ്പോഴേക്കും ഈ ഷോപ്പിൽ എന്തോ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. ഇപ്പോൾ സമയം 9:45. ഇനി എന്തൊക്കെയോ ആയിട്ടും ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് എപ്പോൾ പോവും? അത് കഴിഞ്ഞ് നാളെ കൊച്ചിയിലേക്ക് പോകണം. നാളെ വർക്കുണ്ട്. അതിൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് തുണികൾ കഴുകിയിടാനുണ്ട്. കുറേ പരിപാടികളുണ്ട്. പോവാ. തുമ്മി വയ്യാണ്ട് സംസാരിക്കാൻ പറ്റാത്ത മൂക്ക് ഇങ്ങനെ അടിച്ചിരിച്ചിട്ടുണ്ട്. ചെരുപ്പ് കടയിൽ കയറിയതിൻ്റെ തുടങ്ങിയതാണ്. ഈ ചെരുപ്പിൻ്റെ സ്മെല്ലൊന്നും പിടിക്കില്ല. എന്നാലും ഏട്ടൻ കയ്യിൽ നിന്ന് എനിക്കാം. മരുന്ന് കഴിച്ച് കിടക്കേണ്ടി വരും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളോട്ടാ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തരാം അല്ലേ? ബൈ.